നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് ആന്റിന എന്നാണ്. ഈ ആന്റിനയുടെ അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നതാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ് നമ്മൾ പറയുക. ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെക്ടാംഗുലർ കോർഡിനേറ്റ്സ് ആകുമ്പോഴത്തേക്ക് എന്താണ് എക്സ് വൈ സെഡ് എന്നിങ്ങനെയായിരിക്കും അതിന്റെ ഓരോ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏത് ആക്സിസിലാണ് അല്ലെ അതെങ്ങനെയാണ് ഓറിയന്റ് ചെയ്തേക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് നമുക്ക് എപ്പോഴും പറയുന്നത് എന്താ ലീനിയർലി പോളറൈസ്ഡ് വേവ് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ സർക്കുലർലി പോളറൈസ്ഡ് വേവ് ഉണ്ട്, പിന്നെന്താ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ് ഉണ്ട്, വെർട്ടിക്കൽ പോളറൈസേഷൻ ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ഉണ്ട്. ഇതെല്ലാം പോളറൈസേഷൻ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറയാം. അപ്പൊ ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം സെയിം അലൈൻമെന്റ് ആയിരിക്കും. സ്പേസിൽ അതിന്റെ അലൈൻമെന്റ്സ് എല്ലാം സെയിം അലൈൻമെന്റ് ആയിട്ടായിരിക്കും നമുക്കിവിടെ വരുന്നത്. അപ്പൊ ഒരു ഇ എം വേവ് എന്ന് പറഞ്ഞാൽ ഇ എം വേവ് ഈസ് സെഡ് ടു ബി ലീനിയർലി പോളറൈസ്ഡ് ഇഫ് ദേ ഓൾ ഹാവ് സെയിം അലൈൻമെന്റ് ഇൻ എ സ്പേസ്. അപ്പൊ നമുക്കറിയാം ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഗ്രാഫിനകത്ത് അറിയാം എക്സ് വൈ ഇസഡ്. നമുക്കറിയാം റെക്ടാംഗിൾ കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളറിയാം എക്സ് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, എച്ച് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അപ്പൊ ഇ എം വേവ് ഉണ്ട്. ഇവ മൂന്നും എങ്ങനെയായിരിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഇസഡ് ഡയറക്ഷനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എടുത്തേക്കുന്നത്. എക്സ് ഡയറക്ഷൻ നമ്മൾ എടുത്തേക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വൈ ഡയറക്ഷനിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. യെല്ലോ കളർ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് പഠിക്കുന്നത് വെർട്ടിക്കലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. വെർട്ടിക്കലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ വെർട്ടിക്കൽ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് എല്ലാം എങ്ങനെയായിരിക്കും വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും അത് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ വെർട്ടിക്കൽ ആന്റിനാസ് എല്ലാം തന്നെ വെർട്ടിക്കലി പോളറൈസ്ഡ് ആണ്. ആ ടൈം മീനിങ് പോലെ തന്നെ. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ പോളറൈസ്ഡ്. അപ്പൊ ഹൊറിസോണ്ടൽ പോളറൈസ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും കേസ് വരിക? ഓൾ ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് എല്ലാം എങ്ങനെയായിരിക്കും ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ ഹൊറിസോണ്ടൽ ആന്റിനാസ് എങ്ങനെയായിരിക്കും ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ആയിരിക്കും എടുക്കുക. ഇനി നമുക്ക് പഠിച്ചു കേട്ടിട്ടുള്ളതാണ് സർക്കുലർലി പോളറൈസ്ഡ്. സർക്കുലർ പോളറൈസേഷൻ നടക്കണമെങ്കിൽ രണ്ട് ലീനിയർ പോളറൈസേഷൻ ആണ് നമ്മൾ എടുക്കുക. രണ്ട് ലീനിയർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, സെയിം ഫേസ് ആണ്, അതുപോലെ തന്നെ അത് സെയിം ആന്റിനയിൽ നിന്ന് സെയിം ടൈമിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ അതിന്റെ ഈക്വൽ ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണ് നമുക്ക് കണ്ടീഷൻ തന്നേക്കുക. അങ്ങനെ വരുന്നതിനെ നമ്മൾ സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറയുന്നത്. അതായത് ടു linear polarization are mutually perpendicular to each other with the phase difference is 90 degree at the same time from same antenna ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ ഇതിനകത്ത് വേറൊരു കണ്ടീഷൻ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സർക്കുലർലി പോളറൈസ്ഡ് ആന്റിന ആകുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഫേസ് ഡിഫറൻസ് എന്ന് പറയും. ഫേസ് ഡിഫറൻസ് പറഞ്ഞാൽ പോസിറ്റീവ് ഫേസ് ഡിഫറൻസ് എടുക്കാൻ നെഗറ്റീവ് ആയിട്ടും എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ പോസിറ്റീവ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞെടുക്കാം, റൈറ്റ് ഹാൻഡ് പോളറൈസേഷൻ എടുക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പോളറൈസേഷൻ എന്ന് പറഞ്ഞെടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് എലിപ്റ്റിക്കൽ പോളറൈസേഷൻ. സെയിം സംഭവം തന്നെയാണ് നമ്മൾ പറയുന്നത്. ലീനിയർലി പോളറൈസേഷൻ ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതെല്ലാം വന്നിട്ട് ഇവിടെയുള്ള ഡിഫറൻസ് എന്താ? ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആവത്തില്ല. നോട്ട് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ അങ്ങനെ വരുന്ന പോളറൈസേഷൻ, നോട്ട് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള പോളറൈസേഷൻ നമുക്ക് വരുമ്പോഴാണ് എലിപ്റ്റിക്കലി പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സർക്കുലർലി പോളറൈസേഷൻ അത് തന്നെ നോട്ട് ഈക്വൽ ആണ്, ആംപ്ലിറ്റ്യൂഡ് നോട്ട് ഈക്വൽ. ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രണ്ട് ലീനിയർ പോളറൈസേഷന്റെ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിനെന്താ പറയുക എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ആണ് പറയുന്നത്. ഇനി അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുക. TV ബ്രോഡ്കാസ്റ്റിലാണ് നമുക്ക് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൈക്രോവേവ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള നമുക്കറിയാം റഡാർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സുകളുണ്ട്. അതിന്റെ കേസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കുലർ പോളറൈസേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പോളറൈസേഷനെ കുറിച്ച് ഉള്ള പോയിന്റ്സ്.